ഹേ സഞ്ജയ് സഞ്ജയ് കാർ നിർത്ത് പ്ലീസ്. എന്തിനാ ശ്രീ? ഇനി നീ എവിടെ പോവാ? ഞാൻ ഇപ്പൊ വരാം. എന്റെ അമ്മോ നോക്കടാ, എന്തൊരു സ്ട്രക്ചറാടാ. വാ അപ്പൂപ്പാ എന്നാ ഒന്ന് മുട്ടി നോക്കളിയാ. മാഡം നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും തരാൻ ഉദ്ദേശമുണ്ടോ? എന്താ അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? നീ ഇങ്ങനെ ചെയ്തു വെച്ചാൽ കൊന്നുകള ഞാൻ പറഞ്ഞേക്കാം. രവി ഒരു ലോക്കൽ റൗഡിയാണ് സാർ. മാനേജർ മല്ലിക്കിനോട് ഞാൻ പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ. ആ സമയത്ത് ഞാൻ നല്ല ബിസിയായിരുന്നു സാർ. ഒരുപക്ഷെ അവനാണ് ഇത് ചെയ്തതെന്ന് കരുതി ഞാൻ അവൻ്റെ വീട്ടിൽ പോയായിരുന്നു സാർ. പക്ഷേ അവൻ്റെ വീട് പൂട്ടിയിട്ടിരുന്നു. ഞാൻ തിരിച്ചു വന്നു സാർ. നിങ്ങൾക്ക് അയാളെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങളോട് പറയണമായിരുന്നു. പകരം നിങ്ങൾ DCP-നെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഇത്രയും ടൈം വേസ്റ്റ് ചെയ്യണമായിരുന്നോ? ശ്രീയെ അങ്ങനെ കണ്ടതിന് ശേഷം എൻ്റെ സമനില തെറ്റിയിരിക്കുക സാർ. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ല. എന്തൊക്കെയോ ചെയ്യണമെന്ന് കരുതിയാ ആ ഒരാവശ്യത്തിൽ അവൻ്റെ വീട്ടിൽ പോയത്. അതെ, അതുകൊണ്ട് തന്നെയാ ഇതുപോലെ ഇമോഷണൽ ആവാതെ ആദ്യമേ ഞങ്ങളുടെ അടുത്ത് വരാൻ പറയുന്നേ. എനിവേയ്സ്, ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, ഞങ്ങൾ നോക്കിക്കോളാം. യു മേ ഗോ സഞ്ജയ്. സഞ്ജയ്, ശരത്തിന് നിനക്ക് സംശയമുണ്ടോ? ശരത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സാർ. അവൻ കാരണമാണ് ഞാൻ ഈ നിലയിലെത്തിയത്. ലാസ്റ്റ് 6 months ആയിട്ട് ഓരോ ദിവസവും ശ്രീയും ശരത്തും മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട്. കോൾ ഡാറ്റയിലുള്ളതാ. അതിനെപ്പറ്റി തനിക്കറിയോ? ഓക്കെ, അതേപ്പറ്റി ഞാൻ അന്വേഷിക്കാം. എനിവേയ്സ്, യു പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. സീ യു. സാർ, എന്നെ മനസ്സിലായോ? ഞാൻ കോൺസ്റ്റബിൾ രാമസ്വാമി. സാറിൻ്റെ വൈഫിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഞാനാ വിളിച്ചത്. അവിടുന്ന് CCTV ഫുട്ടേജ് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം സാർ. ഓക്കെ രാമസ്വാമി. സാർ, ഇത് വെച്ചോളൂ. താങ്ക് യു സാർ. ഇറ്റ്സ് ഓക്കെ. പണം എവിടെയാടാ? ഏത് പണ സാറേ? ആ ആഭരണമൊക്കെ എന്താ ഇതേ? ഒരുക്കി എടുത്തോ നീ? സാർ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. ഒന്നും അറിയില്ലെങ്കിൽ 2 ദിവസം എവിടെയായിരുന്നടാ? ആ പെണ്ണിനെ എന്തിനാടാ കൊന്നേ? സാർ, ഞാൻ കൊല ചെയ്തിട്ടില്ല സാർ. മേഡം, 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 മേഡം എവിടെയുള്ളേ? മേഡം, മേഡം, ഞാൻ രാമ വിളിക്കുന്നേ. മേഡം, മേഡം എവിടെയുള്ള മേഡം? മേഡം, നീ എപ്പോഴാ പോയേ?
ഒരു 5 മണിയായി കാണും സർ. എന്തിനാ പോയെ? എന്നോട് മേഡമാ വരാൻ പറഞ്ഞേ. അവിടെ ചെന്നപ്പോൾ നീ ഡെഡ് ബോഡി കണ്ടില്ലേ? എന്നിട്ട് നീ ഞങ്ങളെ വിളിക്കാൻ എന്താ? ഞാൻ ഒരുപാട് പേടിച്ചു പോയി സർ, മേഡത്തിന് ആ അവസ്ഥയിൽ കണ്ടപ്പോ. ഇവനെ പുറത്തു വിടണ്ട. സർ, എന്താ രാമസ്വാമി, എന്താ താടി വെച്ചിരിക്കുന്നേ? നോമ്പാ സാറേ. എന്തിന്? കുഞ്ഞ് ജനിക്കാൻ വേണ്ടി. അതെങ്ങനെയാ നിനക്ക് നേരത്തെ അറിയുന്നേ? സാറേ, എൻ്റെ പേര് ശ്രീനിവാസൻ, ശകുന്തളാദേവിയുടെ 2ാമത്തെ ഭർത്താവ്. ശകുന്റെ മോളുടെ പേര് ശ്രീ. അവര് രണ്ടുപേരും ഇപ്പൊ ടച്ചിലില്ല. ഈ ശ്രീയെ അവരുടെ വീട്ടിലെ ആരോ കൊല ചെയ്യുകയുണ്ടായി. ഞാൻ ശ്രീയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നും പറഞ്ഞ് സമൂഹത്തിൽ നിലയും വിലയുള്ള എന്നെ ഇപ്പൊ സ്റ്റേഷൻ വരെ എത്തിച്ചേക്കാം സാറേ. ഈ വിഷയം DCP അറിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? ശ്രീയെ ആരോ കൊന്നു തനിക്കെങ്ങനെയാ മനസ്സിലായത്? പേപ്പറിലൊന്നായിരുന്നല്ലോ. ശ്രീയുടെ പേരിൽ 50 കോടി സ്വത്തുള്ള കാര്യം അറിയോ? എനിക്ക് മാത്രമല്ല, പേപ്പർ വായിച്ച നാട്ടിൽ എല്ലാവർക്കും അറിയാലോ. അതല്ല സാറേ, ശ്രീ മരിച്ചാൽ എനിക്കെന്താ ലാഭമുള്ളേ? അങ്ങനെ ലാഭമുണ്ടെങ്കിൽ അത് സഞ്ജയിക്കണം. മർഡർ നടന്ന ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? ഹെൽത്ത് ക്ലബില്. ക്ലബും പപ്പും ഒന്നുമില്ല സാർ, ദിവസവും ബാറില്ല. ഓ, ഒന്നും മിണ്ടാതിരിടൂ. സർ ലുക്ക് അറ്റ് ദിസ്. സാറെന്തിനാ എന്നെ നോക്കണേ? അവനെ ഒന്ന് വിളിച്ചേ. ഓ, പൂട്ട് പൊളിക്കടോ, അവനകത്തുണ്ട്.